ഫാമിലി ബോണ്ടിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് അത് പണ്ടത്തെക്കാളും കുറച്ച് കുറഞ്ഞ പോലെയാണ് കാണപ്പെടുന്നത്. എസ്പെഷ്യലി ഫാദർ മദർ റിലേഷൻഷിപ്പ്, ബ്രദർ സിസ്റ്റർ റിലേഷൻഷിപ്പ്, ഒരു അറ്റാച്ച്മെൻറ്റ് എല്ലാവരും ഡിജിറ്റൽ വേൾഡിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ന്യൂ ജെൻ പിള്ളേർക്ക് വേണ്ടിയിട്ട് സത്യം പറഞ്ഞാൽ എല്ലാവരും ഇപ്പോൾ ഡിജിറ്റൽ ഐപാഡ് എന്നുള്ള ആ ഒരു കാലഘട്ടത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ന്യൂ ജെൻ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു അഡ്വൈസ് പറയുകയാണെങ്കിൽ? അതെൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് തന്നെ പറയാം. എനിക്ക് അവൻ്റെ അപ്പച്ചനുമായിട്ട് അത്ര ഞങ്ങളുടെ ഇടയിൽ കുറച്ച് ടെൻഷൻസ് ഉണ്ടായിരുന്നു റിലേഷൻസിൽ. അതൊക്കെ ഒന്ന് ഹീലായി വന്ന് ഒന്ന് സെറ്റാവുന്ന പിന്നെ അപ്പച്ചി പോയി. അപ്പോൾ എനിക്ക് എപ്പോഴും അതൊരു ദുഃഖമാണത്. ഞാൻ പറയുന്നത് നഷ്ടപ്പെട്ടിട്ട് റിഗ്രറ്റ് ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ലൈഫിൽ വന്നപ്പോഴാണ് അതിൻ്റെ ഒരു പെയിൻ്റെ ആഴം ഫീൽ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നത് ഏറ്റവും അടുത്തിരിക്കുന്നവർക്കിടയിലുള്ള ദൂരമാണ് ഏറ്റവും വലിയ ദൂരം. ശൂന്യാകാശമൊന്നുമല്ല. നമ്മൾ ഒരു കുടുംബത്തിൽ ഒന്നിച്ച് ജീവിക്കുന്നു, എന്നാൽ കണക്ഷൻ ഇല്ല എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ദൂരം. അമ്മയിൽ നിന്ന് അമ്മായിയമ്മയിലേക്കുള്ള ദൂരമൊക്കെ കണ്ട് ഞാൻ ഞെട്ടിയിട്ടുണ്ട് അച്ഛനായിട്ട് കഥകൾ കേൾക്കുമ്പോൾ. ഇതിനൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ വലിയ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്.